പ്രിയമുള്ളവരെ, ദേശാഭിമാനി മുഖപ്രസംഗം ഡിസംബർ 5, 2015. നീളട്ടെ സഹായഹസ്തം. ദുരന്തം പേമാരിയായി പെയ്യുന്ന ചെന്നൈയിൽ നിന്ന് ഒടുവിൽ വന്ന വാർത്ത ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ 18 രോഗികൾ മരിച്ചതാണ്. മണപ്പാക്കത്തെ മിയോട്ട് അഥവാ MIOT സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന രോഗികളാണ് മരിച്ചത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതാണ് ഓക്സിജൻ വിതരണം തകരാറിലാക്കിയത്. പ്രദേശത്ത് വൈദ്യുതി നിലച്ചിട്ട് 3 ദിവസമായി. നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭീകരമായ വെള്ളപ്പൊക്കത്തിനാണ് ചെന്നൈ സാക്ഷ്യം വഹിക്കുന്നത്. ആർത്തലച്ചെത്തിയ മഴ വിതച്ച ദുരിതക്കയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങൾ പരക്കം പായുകയാണ്. ഭക്ഷണവും വെള്ളവുമില്ലാതെ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭൂരിഭാഗം പേരും. നൂറ്റാണ്ടിന്റെ വിധി എന്ന് പേരിട്ട പ്രളയത്തിൽ 300-ലധികം പേർ മരിച്ചു. ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർന്നു. വാഹനങ്ങളുടെ നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല. ഗോഡൌണുകളും ഭക്ഷ്യസംരക്ഷണ കേന്ദ്രങ്ങളും തകർന്നു. സമ്പന്നതയുടെ നഗരം എന്ന് പേര് കേട്ട ചെന്നൈയെ മാത്രമല്ല, തമിഴ്നാടിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ പ്രളയം അടിമുടി ഉലച്ചു. മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വൈദ്യുതി കാലുകളും കേബിളുകളും തകർന്നതിനാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും. പ്രളയം ഒറ്റപ്പെടുത്തിയ മേഖലകളിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ട്. അടയാർ, കൂവം നദികൾ അപകടനിലയിൽ തന്നെ തുടരുകയാണ്. അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം 2 ദിവസം കൂടി കഴിഞ്ഞേ തുറക്കാനാകൂ. ശനിയാഴ്ച വരെയുള്ള ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. ഇതുമൂലം കേരളത്തിൽ നിന്ന് അടക്കമുള്ള നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കിട്ടാഞ്ഞ് പ്രതിസന്ധി രൂക്ഷമാകുന്നു. പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. ചെന്നൈയിലെ പ്രളയം രാജ്യത്തിന്റെ അനുകമ്പ അർഹിക്കുന്നു. തമിഴ്നാടിനെ സഹായിക്കാൻ പാർലമെന്റിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സന്നദ്ധത പ്രകടമായി. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം PK ശ്രീമതി ചെന്നൈ നഗരത്തിന്റെ ദുരിതാവസ്ഥയും പകർച്ചവ്യാധി ഉൾപ്പെടെ വരാനിരിക്കുന്ന ഭീഷണിയും ചൂണ്ടിക്കാട്ടി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം രാജ്യവ്യാപക ശ്രദ്ധ നേടി. പ്രധാനമന്ത്രി 1000 കോടിയുടെ അടിയന്തര ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈന്യത്തോടൊപ്പം തമിഴ്നാട് സർക്കാരും അവരുടെ കഴിവുപയോഗിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ഫലപ്രദമാകുന്നില്ല എന്നാണ് ആശുപത്രിയിലെ കൂട്ടമരണം സൂചിപ്പിക്കുന്നത്. ചെന്നൈ പോലെ ഒരു നഗരത്തിൽ വൈദ്യുതി ലഭ്യത ഇല്ലായ്മ മൂലം പ്രാണവായു തടസ്സപ്പെട്ടു എന്നത് ആശ്ചര്യം തന്നെ. രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്ന ഈ അവസ്ഥ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രോഗികളെ സൗകര്യപ്രദമായ ആശുപത്രികളിലേക്ക് മാറ്റാനും അതല്ലെങ്കിൽ ആശുപത്രിയിൽ ഓക്സിജൻ ലഭ്യമാക്കാനും കഴിയേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ പിഴവ് തന്നെ. ഇനി അത്തരം അനുഭവം ആവർത്തിച്ചുകൂടാ. തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും ആവശ്യമെങ്കിൽ കൂടുതൽ സേനാ സന്നാഹങ്ങളെ കൂടി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ഫലപ്രദമാക്കേണ്ടതുണ്ട്. ദുരന്തത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചതിൽ മനുഷ്യർക്കുള്ള പങ്ക് വിസ്മരിക്കാനാകില്ല. നഗരാസൂത്രണത്തിലെ അശാസ്ത്രീയതയും പാളിച്ചയുമാണ് വെള്ളം വൻതോതിൽ ഉയരാനും ഒഴുകിപ്പോകാത്ത വിധം കെട്ടിക്കിടക്കാനും ഇടയാക്കിയത്. അതിന്റെ ഫലമാണ് മരണസംഖ്യയിലെ വർധന. അഴുക്കുചാൽ സംവിധാനം ആവശ്യത്തിന് ഉതകുന്നതോ ശാസ്ത്രീയമോ അല്ല. ആവശ്യത്തിന് ഫണ്ടുണ്ടായിട്ടും അത് വിനിയോഗിക്കാതെ വകതിരിച്ചുവിടുന്നതും അഴിമതിയും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതും ഇതിന് കാരണമായിട്ടുണ്ട്. ചെന്നൈയിലെ ദുരന്തം കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി അനേകം വ്യക്തികളും സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. സ്വയം സന്നദ്ധരായി പാർപ്പിട സൗകര്യങ്ങളും ഇതര സഹായങ്ങളും നൽകുന്ന വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും ഏവരും എല്ലാ ഭിന്നതയും മറന്ന് ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തിൽ നിന്നും കരകയറാൻ ചെന്നൈയിലെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. ദേശാഭിമാനി മുഖപ്രസംഗം ശ്രവിച്ച ഏവർക്കും CPIM സൈബർ വോയിസിന്റെ പേരിൽ
അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.